അഹവ എന്നാൽ സ്നേഹമെന്ന നാം മനസ്സിലാക്കിയിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വികാരമായി പരിണമിക്കുന്ന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരം മൊഴിയുന്ന, ഇങ്ങോട്ട് തന്നാൽ വേണേൽ ഞാനും അങ്ങോട്ട് തരാമെന്ന് പറയാതെ പറയുന്ന നമ്മുടെ അർത്ഥതലങ്ങളുടെ പേര്, അതിന് അഹവ എന്ന് വിളിക്കാം. ഇപ്പോൾ എസ്രാ ശാസ്ത്രിയും കൂട്ടരും നിൽക്കുന്നത് അഹവായിലേക്കുള്ള ആറ്റിൻ തീരത്താണ്. അവിടെ ഒരു 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യം സുഖയാത്രയാണ്, സംരക്ഷണമാണ്, കുഞ്ഞുകുട്ടികളുടെ ഭാവിയുടെ സുരക്ഷിതത്വമാണ്. പലപ്പോഴും ലൗകിക സുഖങ്ങളെക്കാൾ പ്രാധാന്യം ആത്മീക കാര്യത്തിനാണെന്ന് വിവക്ഷിക്കുന്നവർ പോലും കുഞ്ഞുകുട്ടികളുടെ കാര്യം വരുമ്പോൾ കോംപ്രമൈസിന് തയ്യാറാവും. ആത്മീകരെന്ന വെള്ളക്കുപ്പായത്തിനടിയിൽ മോഹങ്ങളുടെ ഒരു വസ്ത്രം ആരും കാണാതെ ഒളിപ്പിക്കുന്നു. എന്നാൽ അഹവായിൽ നിന്നും വ്യത്യസ്തമായി അഗപ്പെ പ്രാഥമികമായി ഒരു വികാരമല്ല, അതൊരു പ്രവർത്തനമാണ്. ഇത് കണ്ടീഷൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നതോ ന്യൂട്ടന്റെ ലോ പോലെ പ്രതിപ്രവർത്തനമോ അല്ല. പറ്റിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോഴും കബളിപ്പിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും വികാരാധിഷ്ഠിതമല്ലാതെ പരിവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് തേടിയലഞ്ഞാൽ നിരാശയാവും ഫലം. കാൽവറിയുടെ മുകളിൽ കൈകൾ വിരിച്ചു നിൽക്കുന്നിടത്ത് മാത്രം കാണാവുന്ന നഗ്നസത്യം, നാം ചെയ്തു വരുന്നത് പോലെ നമ്മുടെ ഇഷ്ടക്കാർ ചെയ്യുമ്പോൾ മൂടി വെക്കുന്നതും ഇഷ്ടക്കാരല്ലാത്തപ്പോൾ അതേ അകൃത്യം നമുക്ക് സഹിക്കാതിരിക്കുന്നതും അഹവായുടെ അർത്ഥതലങ്ങളാണ്.